പേര്? എൻ്റെ പേര് പോൾ. പോൾ. എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ചിക്കൻ കറി, ഓൾറെഡി ചിക്കൻ കറി, ഫിഷ് കറിയൊക്കെ, കറി, മറ്റ് വെജിറ്റബിൾ കറി. ചിക്കൻ കറിയുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയാമോ? ചിക്കൻ കറി സാധാരണ നമ്മൾ ഇപ്പോൾ ചെറുള്ളി സവോളകൾ വരട്ടി അതിൻ്റെ അത് മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് അതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് നമ്മൾ വരട്ടിയെടുക്കുകയാണ്. വരട്ടിയെടുത്ത് ചിക്കനിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കുന്നു. അത് ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നതും കുറച്ച് പേർക്ക് ഉണ്ടാക്കുന്നപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഒരു 5-6 പേർക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഈ കൂടുതൽ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും അതിനുള്ള ചേരുവകൾ നമ്മൾ കൂടുതൽ ചേർക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഇത് കേടാവാതിരിക്കാൻ കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഞങ്ങൾ സിനിമാക്കാർക്ക് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. എണ്ണയും തേങ്ങ എരിവും കുറച്ച് മതി, കുറച്ച്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഉണ്ടാകുള്ളൂ. കേടാകാതിരിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങൾ മായങ്ങളൊന്നുമില്ല അതിൻ്റെ അകത്ത്, അതുകൊണ്ട് കേടാവില്ല. എന്തെങ്കിലും മായം ചേർത്തല്ലേ കേടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫിഷ് കറിയുടെ എങ്ങനെയാണ് ചേരുവകൾ? ഫിഷ് കറി നമ്മൾ പല മോഡലിൽ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ തേങ്ങക്കറി, പിന്നെ മുളക് കറി ചെറുള്ളിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറുള്ളിയിൽ തേങ്ങക്കറി എന്ന് വെച്ചാൽ പാൽ ഒഴിഞ്ഞ് തേങ്ങാപ്പാലിൽ. നമ്മൾ എന്താ പേര്? സന്തോഷ്. ചൈനീസ് എല്ലാം ഉണ്ടാക്കും. ഏറ്റവും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് ഏതാ? സിനിമാക്കാർ ഓർഡർ ചെയ്യുന്ന ഹോട്ടലിൽ അങ്ങനെ പല ഐറ്റംസ് അടിക്കും. സിനിമയിൽ പറയുന്ന ആയിട്ടൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഹോട്ടലിൽ വരികയാണെങ്കിൽ ചൈനീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അത് ഈ കുരുമുളക് അരച്ചിട്ടാണോ അതോ പൊടിയാണോ യൂസ് ചെയ്യുക? പൊടിച്ചിട്ട് നമ്മൾ കുരുമുളകായിട്ട് മേടിച്ചിട്ട് നമ്മൾ പൊടിക്കുകയും ചെയ്യാം. അല്ലാണ്ട് ഈ റെഡിമെയ്ഡ് പൊടിയല്ല അല്ല, പൊടിയാവുമ്പോൾ അല്ലേ? ഈ കാരിയർ സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറിച്ച് എങ്ങനെയാണ് ഒരു കാരിയറിൽ ഭക്ഷണം? രാത്രി കാരിയറാണ്, ഞങ്ങൾ കുഞ്ഞിക്കിണർന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പല അടുക്കുകൾ അതിലെന്ത് വെക്കുന്ന എങ്ങനെയാണ് ഉണ്ടാവുക? കഞ്ഞി ഏറ്റവും അടിയിലത്തെ വലിയ പിന്നെ കറികളെല്ലാം അതിൻ്റെ മുകളിൽ ഒരേ ഒഴിച്ചെറികളായിട്ട് വെക്കും. മറ്റേ ഫോയിൽ പേപ്പറിലൊക്കെ മടക്കി വെക്കും അല്ലേ? വറുത്തതൊക്കെ മടക്കി വെക്കും. ഇത് ഈ കാരിയർ സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ലൊക്കേഷനിൽ രാത്രി വർക്ക് ഉണ്ടാവും എന്ന് പറയും. എന്നിട്ട് എല്ലാം അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പറയും ഇന്ന് വർക്ക് ഇല്ല എന്ന് പറയും. അത് നമ്മൾ റൂമിലേക്കായിട്ട് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണെങ്കിൽ അവിടെ നമ്മൾ അഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അത് റൂമിൽ കൊണ്ടുവയ്ക്കും. റൂമിൽ കൊണ്ടുവരും. എത്ര പേരുണ്ടാവും സെറ്റിൽ നിങ്ങൾ പ്രൊഡക്ഷനിൽ? 9 പേരുണ്ടാവും. 9 പേരുണ്ടാവും. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് പേര് റൂമുകളിൽ വെക്കാൻ പോകുമായിരിക്കും അല്ലേ? ബാക്കിയുള്ളവർ ലൊക്കേഷനിലുണ്ടാവും. ലൊക്കേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക? ഇപ്പം ഇവിടുന്ന് മെസ്സിൽ നിന്ന് വരുന്നതല്ലാതെ ലൊക്കേഷനിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചായ മാത്രമേ ഉണ്ടാക്കുള്ളൂ? ചായ അല്ല, സിനിമ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാം നമ്മൾ തന്നെ കൊടുക്കും. അല്ല, ഇപ്പം അവിടെ വെച്ച് ചെയ്യുന്നത് ചായ മാത്രമേ ഉള്ളൂ? ചായ വല്ല ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടാക്കുമോ? കൂൾ ഡ്രിങ്ക്സ് പോലെ കടയിൽ നിന്ന് മേടിക്കുകയും ചെയ്യും. ചായ മാത്രമേ നിങ്ങൾ അവിടെ ഉണ്ടാക്കും? ലൈം ജ്യൂസ് ഒക്കെ ഉണ്ട്. അത് ഈ സെക്ഷനിൽ പെടില്ല? ലൊക്കേഷൻ മാസിൽ അത് പ്രൊഡക്ഷൻ്റെ ആൾക്കാരുടെ നാരങ്ങ പിഴിയലും കാര്യങ്ങളൊക്കെ അവിടെ. ഈ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ്? ഇപ്പം ഇത്ര ദിവസത്തേക്ക് ഇത്ര പേർക്ക് എന്നുള്ളതാണോ അതോ പെർ ഹെഡാണോ? സാർ ഫസ്റ്റ് തുടക്കമൊക്കെ കമ്പനിയിലായിരുന്നു. കമ്പനി മെസ് എന്ന് പറയുമ്പോൾ കമ്പനി പ്രൊഡ്യൂസർ സാധനം മേടിച്ചു തരും, പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരാളെ നിർത്തി അത് ഞങ്ങൾ ലേബറായിട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പിന്നെ ഓരോ കാലഘട്ടം വരുന്നതനുസരിച്ച് മാറി 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 അത് പിന്നെ അത് മാറിയിട്ട് ഒരു കരാർ മാതിരി ഏൽപ്പിക്കുകയും. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്? കോൺട്രാക്ട് വ്യവസ്ഥയിലാണ്. പെർ ഡേ ഒരാളിന് ഇപ്പൊ 160 രൂപ 170 രൂപ ഒരാളിന് ചാർജ്. 3 നേരം ഈ 4 നേരത്തേക്ക്. അപ്പൊ അതിൽ ഈ ഐറ്റങ്ങളൊക്കെ ഒരാൾക്ക് 160 രൂപ. നിയതമായ ഒരു അംഗസംഖ്യയല്ല ഒരു ചലച്ചിത്ര സെറ്റിലുള്ളത്. ഏറെയും കുറഞ്ഞുമിരിക്കുന്ന ആ സംഖ്യയിൽ ഏറ്റവും അധികം ഉയർച്ച വരുന്നത് നൃത്തരംഗങ്ങളും സംഘടന രംഗങ്ങളും ചിത്രീകരിക്കുമ്പോഴാണ്. 100 കണക്കിന് വരുന്ന ഈ സംഖ്യയാണ് മെസ് യൂണിറ്റുകളെ ലാഭകരമാക്കുന്നത്. ഒരു സിനിമ നേരത്തെ തൊട്ട് നടന്നു വരുന്ന ഒരു 3 സോങ്ങോ 4 സോങ്ങ് കാണും, ഒരു ഫൈറ്റും കാണും, അല്ലെങ്കിൽ 2 ഫൈറ്റ് കാണും. ഈ ഫൈറ്റും സോങ്ങും വരുമ്പം കുറച്ച് ആൾക്കാർ, വളരെയധികം ആൾക്കാർ കൂടും. ഒരു പടമെന്ന് പറയുന്നത് ഒരു ശരാശരി 50 ദിവസമാണ്. ഈ 50 ദിവസത്തിൽ 10 ദിവസമെങ്കിലും നമുക്ക്
ചില പടങ്ങൾക്ക് ആൾ വർദ്ധിച്ച് വരാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോൺട്രാക്ടർക്ക് ഒരു പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. പ്രൊഡക്ഷനിൽ എത്ര പേരുണ്ടാവും നിങ്ങളുടെ യൂണിയനിൽ? ഞങ്ങൾ 10, 300, 320 പേരുണ്ട്. 320 പേരുണ്ട്. മെസ്സിന്റെ യൂണിയനിൽ ഒരു 175 പേരോളം. 170. ഈ മെസ്സിന്റെ യൂണിയനും പ്രൊഡക്ഷൻ്റെ യൂണിയനും ഒരുമിച്ച് ഒരേ ഓഫീസാണ്? അല്ല, രണ്ട് തന്നെയാണ്. പിന്നെ 9 കോൺട്രാക്ടർമാരുണ്ട്. 9 കോൺട്രാക്ടർമാരുണ്ട്. ഓ, മെസ്സിലെ ജോലിക്കാരാണ് 170. മറ്റേ കോൺട്രാക്ടർ 9 പേര്. ആ 9 പേരെ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ, മെസ്സ് ചെയ്യാൻ പറ്റുള്ളൂ.